കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്ന ടോപ്പിക്കാണ്. ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്താണെന്നും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണ്, ഇതെല്ലാം സ്പെഷ്യൽ കോൺട്രാക്റ്റുകളാണ്. അങ്ങനെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്, കോൺട്രാക്ട് ഓഫ് പ്ലഡ്ജ്, കോൺട്രാക്ട് ഓഫ് ഏജൻസി, ഇത്രയും സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുണ്ട് നമുക്ക് പഠിക്കാൻ. ഈ വീഡിയോയിൽ നമുക്ക് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. എന്താണ് ഇൻഡെമിനിറ്റി? ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുക്കുക, കോമ്പൻസേറ്റ് ചെയ്ത് നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുക, ഒരു നഷ്ടത്തിന് നമ്മൾ നികത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായി ആ നഷ്ടം നമ്മൾ ഏറ്റെടുത്ത് നികത്തി കൊണ്ടുവരുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡെമിനിറ്റി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, സെക്ഷൻ 124 ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട് വാട്ട് ഈസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. നോക്കാം എന്താണ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി promise to save the other from loss caused to him by the conduct of the promiser himself or by the conduct of any other person. അതായത് ആ ഒരു പ്രൊമിസർ, അതായത് ഒരു കോൺട്രാക്റ്റ് വന്നു, അതിൻ്റെ അകത്ത് പ്രൊമിസർ ഉണ്ട്, പ്രൊമിസ് ഉണ്ട്. ആ പ്രൊമിസർ ആ കോൺട്രാക്റ്റിൻ്റെ അകത്ത് അയാൾ നേരിടുന്ന, അതായത് അയാൾക്ക് എന്തെങ്കിലും ലോസ് വന്നു, ആ ലോസ് അയാൾക്ക് നികത്താൻ കഴിയില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരാൾ ആ നഷ്ടം ഞാൻ ഏറ്റ് നികത്താം എന്ന് പറഞ്ഞ് വേറൊരു കോൺട്രാക്റ്റ് കൊണ്ടുവരുന്നതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. ഓക്കെ, ഒരു പ്രൊമിസറിന് അല്ലെങ്കിൽ ഒരു പ്രൊമിസർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു നഷ്ടം വന്നു, ആ നഷ്ടം ഞാൻ ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്ന് പറഞ്ഞ് മറ്റൊരാളുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് മറൈൻ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസ്. ഓക്കെ, ഒരു ഫയർ ആയിട്ട്, അതായത് ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ കത്തിപ്പോയി കഴിഞ്ഞിട്ട് ഫയർ ഇൻഷുറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മറൈൻ ഇൻഷുറൻസ് ഒക്കെ പറയില്ല, ആ ഇൻഷുറൻസ് ഒക്കെ പേ ചെയ്യുന്നത് ഒരുതരം ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് ലൈഫ് ഇൻഷുറൻസ് വരില്ല, കാരണം എന്താണ്, ഒരാളുടെ ലൈഫിന് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അത് ഇതിൽ വരുന്നതല്ല, ഇൻഡെമിനിറ്റിയിൽ വരുന്നതല്ല. ഇതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് അപ്പം അവിടെ രണ്ട് പാർട്ടീസ് ആണ് ഉള്ളത് അല്ലേ. അതാരൊക്കെയാന്ന് നോക്കാം. ഒന്ന് ഇൻഡെമിനിഫയർ, മറ്റേത് ഇൻഡെമിനിറ്റി ഹോൾഡർ. അതായത് ആരാണോ ഈ നഷ്ടം ഏറ്റെടുത്ത് നികത്താൻ റെഡി ആയിട്ടുള്ളത് അയാള് ഇൻഡെമിനിഫയറും, ആരുടെ നഷ്ടമാണോ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നത് അയാള് ഇൻഡെമിനിറ്റി ഹോൾഡറും ആയിരിക്കും. അപ്പൊ അത് നമുക്ക് മറ്റേ കോൺട്രാക്ട്, നോർമൽ കോൺട്രാക്റ്റുമായിട്ട് വന്ന ഇൻഡെമിനിഫയർ എന്ന് പറയുന്നത് പ്രൊമിസറും ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത് പ്രൊമിസിയുമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ട് ഞാൻ പറയാം. അതായത് ഈ പറയുന്ന കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് ആണ്. അത് ഒന്നെങ്കിൽ റിട്ടൺ ആയിട്ട് അല്ലെങ്കിൽ ഓറൽ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അതാണ് ലൈഫല്ല മറൈൻ ഇൻഷുറൻസും. ഈ ഇൻഷുറൻസ് കൊടുക്കുന്നതൊക്കെ നമ്മൾ വ്യക്തമായിട്ടും റൈറ്റിങ്ങിലും ഓറലിയും നമ്മൾ ഫുൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇംപ്ലൈഡ്, ഇത് ഇംപ്ലൈഡ് ആണ്. അതായത് ചില സിറ്റുവേഷനിൽ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ, അവരുടെ ലോസ്, അവർക്ക് ഇങ്ങനെ ഒരു നഷ്ടം വന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കത് ഏറ്റെടുക്കാം. അത് റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടോ ഒന്നല്ല, നമ്മൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് വേണമെങ്കിൽ ഏറ്റെടുത്ത് ചെയ്യാം. അടുത്തത് ഇതൊരു കോമ്പൻസേഷൻ ആണ് അല്ലേ. ഇതൊരു ലോസിന് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ വേണ്ട എല്ലാ എസെൻഷ്യൽസും ഈ പറയുന്ന ഇൻഡെമിനിറ്റി കോൺട്രാക്റ്റിലും വേണം. ദാറ്റ് മീൻസ് ഒരു പ്രൊപ്പോസൽ വേണം, അത് അക്സെപ്റ്റ് ചെയ്യണം, ഇവിടെ ഒരു കൺസിഡറേഷൻ വേണമെങ്കിൽ ഉണ്ടാകാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിന് ആവശ്യമാണ്. ഓക്കെ, അതാണ് അടുത്തത് നമ്മളോട് പറയുന്നത്. ഇനി ഇതിൻ്റെ നോക്ക്, ഇൻഡെമിനിറ്റി ഹോൾഡർ. ആരാണ് ഇൻഡെമിനിറ്റി ഹോൾഡർ? ഇൻഡെമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത് കാണോ ആ നഷ്ടം വന്നിട്ടുള്ള ആ വ്യക്തിയാണ് ഇൻഡെമിനിറ്റി. ഇയാൾക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. റൈറ്റ് ടു റിക്കവർ ഡാമേജ്. അയാൾക്ക് എന്തെല്ലാം ഡാമേജസ് അവിടെ ഉണ്ടോ അതെല്ലാം റിക്കവർ ചെയ്യാം. ആരിൽ നിന്ന്? ഇൻഡെമിനിഫയറിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അയാൾക്ക് അധികാരമുണ്ട്. കാരണം ഇങ്ങനെ ഒരു കോൺട്രാക്റ്റിന് ഇൻഡെമിനിഫയർ റെഡി ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വന്നിട്ടുള്ള എല്ലാ ഡാമേജും അതിൻ്റെ അകത്ത് റിക്കവർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു റിക്കവർ കോസ്റ്റ്. അയാൾക്ക് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് വന്നിട്ടുള്ള എല്ലാ കോസ്റ്റും അയാൾക്ക് റിക്കവർ ചെയ്യാം. ആരിൽ നിന്ന്? ഇൻഡെമിനിഫയറിൽ നിന്ന് റിക്കവർ ചെയ്യാം. അടുത്തത് റിക്കവർ ഓൾ സം പെയ്ഡ്. അയാൾ എന്തെല്ലാം പേയ്മെന്റ് അവിടെ നടത്താനുണ്ടോ അതെല്ലാം ഇൻഡെമിനിഫയറിൽ നിന്ന് ഇയാൾക്ക് റിക്കവർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇവിടെ പോയിന്റ് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയാണ്.
എന്താണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്? ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഞാൻ ഇവന് ഗ്യാരണ്ടിയാണ്, അപ്പോൾ ഞാനാണ് ഇവിടെ ഗ്യാരണ്ടി എന്ന് പറയാറുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രണ്ട് പേര് തമ്മിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ അതിൻ്റെ അകത്ത് ഒരു പാർട്ടീൻ്റെ അടുത്ത് ഒരു പാർട്ടിക്ക് ഗ്യാരണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുന്ന ഞാൻ ഗ്യാരണ്ടിയാണ് എന്ന് പറയുന്ന സിറ്റുവേഷൻ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 126 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലൈബിലിറ്റി ഓഫ് തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. അവൻ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ് ഗ്യാരണ്ടി. ഇതിന് 3 പാർട്ടീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഷുവേർട്ടി. ഷുവേർട്ടി എന്ന് പറയുന്നത് ഗ്യാരണ്ടർ ആണ്. എന്ന് വെച്ചാൽ ആരാണോ ഗ്യാരണ്ടി നിൽക്കുന്നത്, ആരാണോ അത് ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്, അയാളാണ് ഷുവേർട്ടി. സെക്കൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നത്, അതാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആൻഡ് തേർഡ് വൺ ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്. ആ എഗ്രിമെന്റ് ആരാണ് ആ ഡീഫോൾട്ട് വരുത്താത്ത വ്യക്തി, അല്ല എന്ന് വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി ആരാണോ അയാളെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എ ബിയിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഓക്കെ, ആ ലോൺ എടുക്കുന്നത് സി ഗ്യാരണ്ടി നിന്നിട്ടാണ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് ആരാണ്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ബി എന്ന് പറയുന്നത് ക്രെഡിറ്റർ, സി എന്ന് പറയുന്നത് ഗ്യാരണ്ടർ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ 3 പാർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ 3 എഗ്രിമെന്റ് കൂടി ഇവിടെ ഉണ്ട്. ആ എഗ്രിമെന്റ് പറയുന്നത് എന്തൊക്കെയാണ്? 3 കോൺട്രാക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? കോൺട്രാക്ട് ബിറ്റ്വീൻ ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, കോൺട്രാക്ട് ബിറ്റ്വീൻ ഷുവേർട്ടി ആൻഡ് ക്രെഡിറ്റർ, കോൺട്രാക്ട് ബിറ്റ്വീൻ ഷുവേർട്ടി ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഇങ്ങനെ 3 കോൺട്രാക്റ്റുകൾ കൂടിയിട്ടാണ് ഒരു കോൺട്രാക്റ്റിലെ. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ 3 കോൺട്രാക്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ 3 പാർട്ടീസും ഉണ്ടാവും. ഇനി ഇങ്ങനെ ഒരു ഗ്യാരണ്ടി നിൽക്കുന്നതിന് കൺസിഡറേഷൻ ആവശ്യമാണോ? കൺസിഡറേഷൻ വേണമെന്ന് നിർബന്ധമില്ല. എന്താണ്, ഇതൊരു റിലേഷൻഷിപ്പിന്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ബേസിലാണ് ഗ്യാരണ്ടി നിൽക്കുന്നത് അല്ലേ? അപ്പൊ ആ ഒരു മുൻ പരിചയം ഉണ്ടാവും. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കൺസിഡറേഷന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ ലൈബിലിറ്റി, ഒരു ഷുവേർട്ടിക്കുള്ള ലൈബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണത് വരുന്നത്? അത് പ്രകടമാകുന്നത് ഓൺലി എന്താണ്, ആ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തിയാൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടുപേരുടെ എഗ്രിമെന്റിൽ ഒരാള് ഇതിനെന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ആ കാര്യം, ആ ഡീഫോൾട്ട് ഞാൻ ഏറ്റെടുത്ത് നിർവഹിക്കാം എന്ന് പറയുന്നതാണ് ഗ്യാരണ്ടി. ഓക്കെ, അതിന് 3 പാർട്ടീസ് ഉണ്ട്: ഷുവേർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. അതുപോലെ തന്നെ ഇവർക്ക് കൺസിഡറേഷൻ ഈസ് നോട്ട്, അത് ആവശ്യമാണെന്ന് പറയുന്നില്ല. 3 എഗ്രിമെന്റ് അല്ലെങ്കിൽ 3 കോൺട്രാക്റ്റുകളുണ്ട്, ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിലും, പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഗ്യാരണ്ടിയറും തമ്മിലും, ഗ്യാരണ്ടിയറും ക്രെഡിറ്ററും തമ്മിലും 3 എഗ്രിമെന്റുകളും ഉണ്ട്. ഇതിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഡീഫോൾട്ട് വരുത്തിയാൽ മാത്രമേ അത് എന്താ വെച്ചാൽ ആ ഒരു ഷുവേർട്ടിക്ക് അതിനുള്ള ലൈബിലിറ്റി ആവുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി പറയുന്നുണ്ട്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് സെക്ഷൻ 129 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് 1 or 2 ട്രാൻസാക്ഷൻസിൽ മാത്രമല്ല ഗ്യാരണ്ടി നിൽക്കുന്നത് അല്ലേ? ഒരു കോൺട്രാക്ട് എന്തുവരെ പോകുന്നുണ്ടോ അതുപോലെ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസിലും ഇയാൾ തന്നെയാണെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ഇല്ലാത്ത അത് റിവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു ഷുവേർട്ടിക്ക് പോയിട്ട് ബൈ നോട്ടീസിലൂടെ നമുക്ക് പറയാം ഈ ഒരു ഗ്യാരണ്ടിയിൽ നിന്ന് ഞാൻ ഒഴിയുകയാണ്, സ്വമേധയാ ഒഴിയുകയാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തുകൊണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഷുവേർട്ടിയുടെ ഡെത്ത് കൊണ്ടും റിവോക്ക് ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. അപ്പോൾ റിവോക്കേഷൻ ഓഫ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് 2 തരത്തിലാണ് പറയുന്നത്: റിവോക്കേഷൻ ബൈ ഷുവേർട്ടിയും റിവോക്കേഷൻ ഓൺ ദ ഡെത്ത് ഓഫ് ഷുവേർട്ടിയും. ഇനിയുണ്ട് ഡിസ്ചാർജ്. ഷുവേർട്ടി എങ്ങനെ ഡിസ്ചാർജ് ആവുന്നത് നോക്കാം. ഗിവിംഗ് നോട്ടീസ് ടു ദ ക്രെഡിറ്റർ, ക്രെഡിറ്ററിന് നോട്ടീസിലൂടെ പറയാം. ബൈ ഡെത്ത് ഓഫ് ഷുവേർട്ടിന്റെ ഡെത്ത് കൊണ്ട് ആവാം. ബൈ വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്റ്റിലെ ടേംസുകളുടെ വ്യത്യാസം മൂലം അയാൾക്ക് സ്വമേധയാ ഒഴിയാം, അല്ലെങ്കിൽ അത് ഡിസ്ചാർജ് ആയി പോവാം. ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഇയാളെ റിലീസ് ചെയ്യണം, അതായത് ഷുവേർട്ടിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തോ അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ടോ ചെയ്യാം. When creditor compounds the principal debtor by giving time to or agrees not to sue principal debtor, അതായത് ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്താ പറയുക, അയാൾക്ക്
ക്രെഡിറ്റർ അയാൾക്ക് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് ഒരുപാട് സമയം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എഗ്രി ചെയ്യുകയാണ്, അയാൾ ഡിഫോൾട്ട് ആകുമ്പോൾ അതിനോട് എഗ്രി ചെയ്തിട്ട് ഇയാൾ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഗ്യാരണ്ടീൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡിസ്ചാർജ് ആവും എന്നാണ് പറയുന്നത്. ബൈ ക്രെഡിറ്റർ ആക്ട് ഓർ ഒമിഷൻ ഇമ്പയറിംഗ് ഷുവർട്ടി ഇവൻച്വലി റെമഡി. അതായത് ഈ ക്രെഡിറ്ററിന്റെ എന്തെങ്കിലും ഒരു ആബ്സെന്റ് മൈൻഡ് കൊണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്യാത്തത് മൂലമോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുന്നത് കൊണ്ടോ ഇത് ഡിസ്ചാർജ് ആയിട്ട് പോകാമെന്നാണ് പറയുന്നത്. അടുത്തത് നോക്ക്, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻ ദിസ് കോൺട്രാക്ട്, അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയിൽ ഇൻ ദിസ് കോൺട്രാക്ട് ദർ ആർ 2 പാർട്ടീസ്, 2 പാർട്ടീസ് ആണുള്ളത്. ആരൊക്കെയാണ്? ഇൻഡെമിനിഫയറും ഇൻഡെമിനിറ്റി ഹോൾഡറും. അതേസമയം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണെങ്കിൽ 3 പാർട്ടീസ് ഉണ്ട്. ആരൊക്കെയാണ്? ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. അതുപോലെ ഈ സെക്കൻഡ് പോയിന്റ് പറയുന്നത് പ്രൈമറി ലൈബിലിറ്റി ഓഫ് ദ ഇൻഡെമിനിറ്റി, അതായത് ഈ പറയുന്ന കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയിൽ അതിന്റെ പ്രൈമറി ലൈബിലിറ്റി എന്ന് പറയുന്നത് ആരുടെ ഇതിലായിരിക്കും ഉണ്ടാവുക? ആ സ്വമേധയാ നമ്മൾ ഇൻഡെമിനിഫയർ ആണ് വന്ന് ഈ ഇതെല്ലാം ഏറ്റെടുക്കുന്നത് അല്ലേ, ഈ നഷ്ടങ്ങൾ നികത്തണം. അപ്പൊ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡെമിനിഫയറിന്റെ അടുത്തായിരിക്കും. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലോ പ്രൈമറി ലൈബിലിറ്റി എപ്പോഴും പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ അടുത്തും സെക്കൻഡറി ലൈബിലിറ്റി ഷുവർട്ടീൻ്റെ അടുത്തും ആയിരിക്കും ഉണ്ടാവുക. തേർഡ് പോയിന്റ്, ദ ഇൻഡെമിനിഫയർ ഈസ് നോട്ട് ആക്ടിംഗ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ ഡെപ്റ്റർ. ഡെപ്റ്ററിന്റെ റിക്വസ്റ്റ് പ്രകാരമല്ല ഒരു ഇൻഡെമിനിഫയർ അവിടെ ആക്ട് ചെയ്യുന്നത്. അതേസമയം പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ റിക്വസ്റ്റ് മൂലമാണ് ഷുവർട്ടിക്ക് അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഫോർത്ത്, ദ പോസിബിലിറ്റി ഓഫ് എനി ലോസ് ഹാപ്പനിങ് ഇൻ ഓൺലി ദ കണ്ടിജൻസി അഗെയിൻസ്റ്റ് വിച്ച് ദ ഇൻഡെമിനിഫയർ അണ്ടർടേക്ക് ടു ഇൻഡെമിനിഫൈ. അതായത് ഈ പറയുന്ന ഇൻഡെമിനിറ്റി അകത്ത് പറയുന്നത് ഒരു ഇൻഡെമിനിഫയർ ഇത് സ്വമേധയാ പോയിട്ട് ആ നഷ്ടങ്ങൾ ഏറ്റെടുത്ത് നികത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇവിടെ ഗ്യാരണ്ടീന്റെ കാര്യം എങ്ങനെയാണ്? There is an existing debt for which the surety which guaranteed to the creditor on behalf of the principal. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്തിലാണോ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ളത് അത് ഇത് തീർക്കുക എന്നുള്ള ഉത്തരവാദിത്തമായിരിക്കും ആരുടെ അടുത്ത് ഉണ്ടാവുക? പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ അടുത്ത് ഉണ്ടാവുക, ഗ്യാരണ്ടിയറിന്റെ അടുത്ത് ഉണ്ടാവുക. ഫിഫ്ത്ത് പോയിന്റ്, the indemnifier cannot sue the third party in his own unless there is an assignment. അതായത് ഒരു തേർഡ് പാർട്ടിക്ക് പോയിട്ട് അവിടെ സ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. അതേസമയം ഇവിടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അവിടെ ഒരു ഡീഫോൾട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ എന്താണ് സെക്കൻഡ് ആർക്ക് ചാൻസ് വരും? ഗ്യാരണ്ടിയർക്കായിരിക്കും അതിനുള്ള എല്ലാ കേസുകളും വരുന്നത്. ഓക്കെ. അവിടെ ആരാണോ ഷുവർട്ടി ആയിട്ട് നിന്നുള്ള അയാളുടെ അടുത്ത് ചോദ്യങ്ങൾ വരും. ഓക്കെ. അതേസമയം ഇൻഡെമിനിഫയറിന്റെ അടുത്ത് അങ്ങനത്തെ സ്യൂവിനുള്ള സാധ്യതകളില്ല. സിക്സ്ത്, കോൺട്രാക്ട് ഈസ് ബിറ്റ്വീൻ ഇൻഡെമിനിഫയറും ഇൻഡെമിനിഫൈഡും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതേസമയം ഗ്യാരണ്ടിയിലോ ഞാൻ പറഞ്ഞിരുന്നു പ്രിൻസിപ്പൽ ഡെപ്റ്റർ ടു ക്രെഡിറ്റർ തമ്മിലൊരു കോൺട്രാക്റ്റ്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ടു ഗ്യാരണ്ടിയർ തമ്മിൽ, അതുപോലെ തന്നെ ഗ്യാരണ്ടിയർ ടു ക്രെഡിറ്റർ തമ്മിലും എഗ്രിമെന്റ് ഉണ്ട്.